അധ്യായം 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം ത്രിത്വൈക ദൈവത്തിന്റെ അനുവാദത്തോടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മോടുകൂടി എപ്പോഴും ആയിരിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് CWC അംഗങ്ങൾ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നു, ഇതാ നമ്മുടെ അമ്മ. അഭിവന്ദ്യ സദസ്സേ വന്ദനം. സെന്റ് ആന്റണീസ് തിയേറ്റേഴ്സിന്റെ 16ാമത് കലോപഹാരം സഹൃദയ സദസ്സിനു മുമ്പിൽ സവിനയം ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും. ഇതാ നമ്മുടെ അമ്മ. സദ്യ കഴിഞ്ഞിട്ടാവാൻ കളി. സദ്യ വിളമ്പാറായി. വേഗം പോയി പന്തലിലേക്ക് ഇരുന്നോളൂ. വയറ് നിറച്ചു കഴിക്കണം. അല്പസമയം നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ കലവറയിലോ? വേണ്ട, നമുക്കിവിടെ നിൽക്കാം സലോമി. ഓ, അകത്ത് തിരക്കിലും ബഹളത്തിലും ഒന്നും സംസാരിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി പറയേ, മോതിരം അണിയിക്കുമ്പോൾ നഥാനിയേൽ നിന്നോട് എന്തോ രഹസ്യം പറയുന്നത് കണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഓ, അതോ? അത് ആരോടും പറയരുത്. ഞാൻ മറന്നുപോയി. നീ ആ പഴയ സൂസന്ന തന്നെ. സൂസന്നെ, നിന്റെ അമ്മ എവിടെ? നസറത്തിൽ നിന്ന് മറിയോ മകനും വന്നിട്ടുണ്ട്. ദൈവമേ, യൂദ അവരെ ക്ഷണിക്കാൻ പോയിരുന്നു. യേശു വന്നിട്ടുണ്ടല്ലേ? അദ്ദേഹം വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അമ്മേ, ഇതെന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അങ്ങോട്ട് വരൂ. അമ്മേ, മറിയോ യേശു വന്നിട്ടുണ്ടെന്ന്. ദൈവത്തിന് നന്ദി. ഇന്നും വീട് അനുഗ്രഹീതമാകും. ഞാൻ പോയി അവരെ സ്വീകരിച്ചോണ്ട് വരട്ടെ? ഞാനും വരാം. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഞാനും മറിയത്തെ സ്വീകരിക്കാൻ പോകുമായിരുന്നു. എന്തൊരു നല്ല സ്ത്രീയാണവർ. ഇത്രയും സ്വഭാവ മഹിമയും ദൈവവിശ്വാസവും ഉള്ള ഒരാൾ ഈ നസ്രത്തിലോ ജെറുസലേമിലോ പാലസ്തീനയിൽ തന്നെയോ വേറെ കാണില്ല. ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലും അവരുടെ മകൻ യേശുവിനെ കുറിച്ചാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ജ്ഞാനി എന്ന് പേരെടുത്തു കഴിഞ്ഞു. ചിലരൊക്കെ പറയുന്നത് പ്രവാചകനാണെന്നാണ്. നമ്മുടെ യൂദാ തദ്ദേവൂസ് പറഞ്ഞത് യേശു ദൈവപുത്രനാണെന്നാ. ദൈവപുത്രനോ? ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് യേശു എന്ന്. സ്നാപക യോഹന്നാനും യേശുവിനെ കുറിച്ച് വലിയ ബഹുമാനത്തോടെ ജനങ്ങളോട് സംസാരിച്ചെന്ന് എന്റെ അപ്പനും പറഞ്ഞു. യേശുവിന്റെ സംസാരം കേട്ട് കുറെ പേർ അവന്റെ ശിഷ്യന്മാരായി മാറിയെന്നാണ് യൂദ ഇന്നലെ പറഞ്ഞത്. യൂദ അല്ലേ യേശുവിനെ കല്യാണം വിളിക്കാൻ പോയിരുന്നത്? അതെ, യേശു കല്യാണത്തിന് വരാതിരിക്കുന്നില്ലെന്നാണ് യൂദ പറഞ്ഞത്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യൂദയ്ക്ക് 100 നാവാണ്. നിനക്കും. യേശുവിന്റെ അമ്മ വന്നതോടെ ഈ വീട് അനുഗ്രഹീതമായി. ഈ വീടിന് എന്നും സമാധാനം ഉണ്ടാവട്ടെ.
നിങ്ങൾ എല്ലാവരുടെയും മേൽ കർത്താവിന്റെ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. സാറ, ഇതാണ് വധു സൂസന്ന. ദൈവം നിന്നെയും നദാനിയേലിനെയും അനുഗ്രഹിക്കട്ടെ. യേശു എവിടെ അമ്മേ? വന്ന പാടെ എല്ലാവരും അവന് ചുറ്റും കൂടി. കുറച്ചു നാളുകളായില്ലേ യേശു നാടും വീടുമൊക്കെ വിട്ടു പോയിട്ട്. എവിടെയായിരുന്നാലും യേശു എന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ജോസഫിനെ ദൈവം വിളിച്ച ശേഷം എന്നെ വിട്ട് യേശു ദൂരെ എങ്ങും പോവാറില്ല. ഇങ്ങനെ ഒരു മകനെ ലഭിച്ച നീ ഭാഗ്യവതിയാണ് മറിയം. ഞാനൊന്ന് പോയി യേശുവിനെ കണ്ടോട്ടെ. സൂസന്നെ, നീ വരുന്നോ? ഇപ്പോഴും വിരുന്നിന് ശേഷം വരനും വധുവും കൂടി ഒന്നിച്ച് ചെന്ന് യേശുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച പോരെ? അതല്ലേ നല്ലത്. എങ്കിൽ ഞാൻ കണ്ടിട്ട് വരാം. ദയവ് ചെയ്ത് ഇതൊന്നും ചെയ്ത് ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കൂ. ഇവിടെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ ബഹുമതിയും അനുഗ്രഹവുമാണ്. സാരമില്ല, യേശുവിന്റെ ഭവനത്തിലും ഞാൻ എല്ലാ ജോലികളും ചെയ്യാറുണ്ട്. യേശുവിന്റെ പുതിയ പുറങ്കുപ്പായം വളരെ മനോഹരമായിരിക്കുന്നു. യേശുവിനത് നന്നായി ചേരുന്നുമുണ്ട്. അത് മറിയം നെയ്തുണ്ടാക്കിയതാണ്. യേശുവിനെ കല്യാണം ക്ഷണിക്കാൻ പോയ യൂദായുടെ കയ്യിലാണ് അത് കൊടുത്തയച്ചത്. അകത്തും പുറത്തും സ്നേഹം മാത്രം നിറച്ചു വെച്ചൊരമ്മ. എനിക്ക് അസൂയ തോന്നുന്നു. നിന്റെ അമ്മ എന്നേക്കാൾ സ്നേഹവതിയാണ്. എന്താ അമ്മേ? എന്തു പറ്റി? എന്താണേലും പറയൂ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ, ഇവിടെ സദ്യക്കായി കരുതിയിരുന്ന മീഞ്ഞ് തീർന്നു പോയെന്ന്. കഷ്ടമായല്ലോ. വിരുന്നിനാണെങ്കിൽ ധാരാളം പേർ വന്നിട്ടുമുണ്ട്. നഥാനിയേലിന്റെ അപ്പൻ എല്ലാ കാര്യങ്ങളിലും നല്ല കരുതലുള്ള ആളാണല്ലോ. ഇതെന്തു പറ്റിയോ ആവോ? വിരുന്നിന് വന്നവരുടെ മുമ്പിൽ നഥാനിയേൽ അവമാനിതനാവുമോ അമ്മേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ കൈവെടിയരുതേ. കരയാതിരിക്കു സൂസന്നെ, ഞാൻ യേശുവിനോട് പറയാം. അവൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. പെട്ടെന്ന് അന്വേഷിച്ചാൽ ഇത്രയും പേർക്കുള്ള വീഞ്ഞ് എവിടെന്നെങ്കിലും കിട്ടുമോ? നമുക്ക് കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. സൂസന്നെ, ഞാൻ യേശുവിനെ കണ്ടു. നീയും വരേണ്ടതായിരുന്നു. യൂദായും യോഹന്നാനും ഒക്കെ കൂടെ തന്നെയുണ്ട്. അവരാണ് എന്നെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. എന്തൊരു തേജസ്സാണ് കാണാൻ. സംസാരിക്കുന്നത് വളരെ പതിഞ്ഞ സ്വരത്തിലാണ്. പക്ഷെ ആ വാക്കുകൾക്കെല്ലാം നല്ല ഗാംഭീര്യവും ആജ്ഞാശക്തിയും ഉള്ളതുപോലെ. എന്തായാലും യേശു നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, അതെനിക്ക് ഉറപ്പായി. ഇതെന്താ നീ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി സൂസന്നെ? ഇവിടെ വിരുന്നിനുള്ള വീഞ്ഞ് തീർന്നുപോയി. അതറിഞ്ഞതിന്റെ വിഷമത്തിലാണ് സൂസന്ന. അമ്മ എവിടെ? പുറത്ത് പന്തലുണ്ട്. ഇവിടെയുള്ള കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആര്? യേശു, മറിയത്തിന്റെ മകൻ. അവൻ എന്താണ് പറയുന്നത്? അതുപോലെ ചെയ്യൂ. എന്താണ് അവിടെ ഒരു ബഹളം? മറിയം യേശുവിനോട് വീഞ്ഞു തീർന്നു പോയ കാര്യം പറഞ്ഞു. യേശു എന്തു പറഞ്ഞു? ആദ്യം, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ മറിയം കലവറക്കാരോട് പറഞ്ഞു, യേശു പറയുന്നത് പോലെ ചെയ്യാം. എന്നിട്ട് യേശു അവരോട് എന്തു പറഞ്ഞു? കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിരിക്കുക.
ഞാനൊന്ന് പോയി നോക്കട്ടെ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനിട്ട് എനിക്കൊരു സമാധാനവുമില്ല. അമ്മേ, ഇന്നലെ യൂദാ തദേവൂസ് കല്യാണം വിളിക്കാൻ ബെസദായിൽ ചെന്നപ്പോൾ യേശു എന്താണ് പറഞ്ഞതെന്നറിയാമോ? ശിമിയോനും യോഹന്നാനും യാക്കോബും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണത്തിന് പോകണമെന്നും അമ്മയെ സന്തോഷിപ്പിക്കണമെന്നും. മകനു വേണ്ടി മാത്രമായ ഒരമ്മ, അമ്മയ്ക്ക് വേണ്ടി ഒരു മകനും. ഞാൻ അവന് വേണ്ടിയാണ്, പക്ഷേ അവൻ എനിക്ക് വേണ്ടി മാത്രമല്ല. അവൻ ഈ ലോകത്തിനുള്ളതാണ്. മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ജനിച്ചത്. സൂസന്നെ, നീ പറഞ്ഞത് സത്യമാണ്. യേശു ദൈവപുത്രൻ തന്നെയാണ്. കൽഭരണികളിൽ നിറച്ച വെള്ളം മുഴുവൻ നല്ല ഒന്നാം തരം വീഞ്ഞായി മാറി. ഇതാ രുചിച്ചു നോക്ക്. വിരുന്നിനെത്തിയവരെല്ലാം യേശുവിന്റെ ചുറ്റും കൂടി നിന്ന് നന്ദി പറയുകയാണ്. കൈനീട്ട്. ഇത്രയും നല്ല വീഞ്ഞ് ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് യേശുവിനും പിതാവായ ദൈവത്തിനും നന്ദി പറയാം. യേശുവിന്റെ അമ്മയെ ഞങ്ങൾ നിനക്കും നന്ദി പറയും. അമ്മയുടെ കൃപയാണ് അപമാനത്തിൽ നിന്നും ഈ വീടിനെയും ഞങ്ങളെയും രക്ഷിച്ചത്. ദൈവത്തിന്റെ പുത്രനെ പ്രസവിച്ച നീ ഭാഗ്യവതിയും അനുഗ്രഹീതയുമാണ്. നിന്റെ കരുണയും സ്നേഹവും പാപികളായ ഞങ്ങളുടെ മേൽ എന്നും ഉണ്ടായിരിക്കണമേ.